നമ്മൾ കോട്ടക്കൽ നിന്ന് കൊച്ചി വരെയാണ് പോയത്. പക്ഷെ നമ്മൾ എങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നു എന്നുള്ളതാണ്. റീജനും ഡ്രൈവും നോക്കി കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 350 കിലോമീറ്റർ AC നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. 6 വരിപ്പാതയിൽ പോകുമ്പോൾ ഈ 350 എന്നുള്ളൊരു 300ലേക്ക് താവുന്നുണ്ട്. നമസ്കാരം. ഇന്ന് 5 EV എടുത്തിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കൊച്ചിയിലൊന്ന് പോകണം. കൊച്ചിയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അവിടെ 2008 മുതൽ ഇപ്പാക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം 8 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം കൃത്യമായി എല്ലാ വർഷവും എല്ലാ മെയ് മാസവും ഇപ്പോൾ 18 വർഷമായിട്ട് എല്ലാ മെയ് മാസവും ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ പോയിട്ടാണ് ചെക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഓക്കെ, ഇന്നത്തെ യാത്രയിൽ എത്രത്തോളം നമുക്ക് റേഞ്ച്, കൊച്ചി ഭാഗത്തേക്ക് ആദ്യമായിട്ട് പോകണം, അപ്പോൾ എത്രത്തോളം റേഞ്ച് കിട്ടുന്നത് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്ത് സിറ്റി മോഡിൽ നിൽക്കുന്നത് 398 റേഞ്ചാണ് കാണിച്ചത്. പക്ഷേ AC ഇട്ടപ്പോൾ 350 പക്ഷേ നമ്മുടെ എക്കോയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എക്കോ മോഡിൽ 361 കിലോമീറ്ററാണ് നമുക്ക് മൈലേജ് കാണിച്ചിട്ടുള്ളത് 100%. നമ്മൾ പോകുന്നത് പൊന്നാനി വഴി നമ്മൾ NH 6 വരിപ്പാതയിലൂടെ പോകുന്നത്. നല്ല രാവിലെ നേരത്തെ 5-5:30 സമയമായതുകൊണ്ട് തന്നെ ഒരു തിരക്കൊന്നുമില്ല. ചെറിയൊരു മഴയുണ്ട്. 10% റേഞ്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം 35 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴയാണ്, അതുകൊണ്ട് നമ്മൾ വൈഫർ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷേ പുതിയ 5 EVയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ മറ്റു വണ്ടികളെ പോലെ തന്നെ അതിന് പിന്നെ ഓട്ടോമാറ്റിക് വൈഫറാണ്. അപ്പോൾ അത് നമുക്ക് സ്പീഡ് കൂട്ടണോ കുറക്കണോ എന്നുള്ളത് ജസ്റ്റ് ഈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മഴവെള്ളം എപ്പോൾ തട്ടുന്നോ അപ്പോഴേക്കും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വൈഫർ വർക്ക് ചെയ്യും. നമ്മൾ റോഡിലേക്ക് ശ്രദ്ധിച്ചാൽ പൊന്നാനി കഴിഞ്ഞാൽ പിന്നെ റീച്ച് മാറിയ സംശയമുണ്ട്. നമ്മൾ കോഴിക്കോട് മുതൽ പൊന്നാനിയുടെ റീച്ച് വേറെ ടീമാണ് സംശയം. കാരണം വെച്ചാൽ ടാറിങ് അത്രയും മോശമാണ്. പ്രതലം ലെവൽ ടാറിങ് അല്ല. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല ചാട്ടമുണ്ട്. ആ ഒരു കംഫർട്ട് നഷ്ടപ്പെടുകയാണ്. ഒരു 6 വരിപ്പാതയുടെ ആ കംഫർട്ട് പൊന്നാനി കഴിഞ്ഞാൽ തൃശ്ശൂർ വരെയുള്ള റോഡ്, ചാവക്കാട് റോഡിൽ പൊന്നാനി കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഏകദേശം 63 കിലോമീറ്റർ കഴിഞ്ഞോടുകൂടി നമ്മളെ റോഡിൽ മാറ്റം വന്നു. ഇതുവരെയാണ് നമുക്ക് ഏകദേശം ഒരു ചാവക്കാട് വരെയാണ് നമുക്ക് 6 വരിപ്പാത കിട്ടിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് നടക്കുന്ന റോഡാണ്. ഇപ്പം നമ്മൾ 70 കിലോമീറ്റർ യാത്ര ചെയ്തു. 20% നമ്മളെ ചാർജ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 350 റേഞ്ച് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് 70 കിലോമീറ്റർ വരെ നമ്മൾ ഓടിയത്. ഓഹോ, അടുത്ത ടോളിന്റെ വർക്ക് ഇതാ എത്തിക്കഴിഞ്ഞു. ടോൾ ഇങ്ങനെ ഓരോ 60 കിലോമീറ്ററിലും ഒക്കെ ടോൾ തന്നെയാണല്ലേ. ഇതിപ്പോൾ അടുത്ത ടോൾ ഇതാ പണി തുടങ്ങിയിട്ടുള്ളൂ, ഒന്നും കാര്യമായിട്ട് ആയിട്ടില്ല, പുരോഗമിച്ചിട്ടില്ല. റോഡ് പണി ഫുള്ളായിട്ടില്ല. അപ്പോഴേക്ക് ടോൾ പിരിവിടെ തുടങ്ങാനുള്ള പരിപാടിയാണ്. ആദ്യം നിങ്ങൾ റോഡ് പണി ഫുള്ളാക്കി എന്നിട്ടല്ലേ ടോൾ പിരിക്കേണ്ടത്. ആദ്യം ടോളാണല്ലേ, റോഡൊക്കെ പിന്നെ. എന്താ ഇപ്പൊ ഈ റോഡിന്റെ അവസ്ഥ? ഈ ടോൾ പിരിക്കുന്ന ഭാഗത്ത് ആ ടോളിന്റെ പണി മാത്രം, അല്ല റോഡൊന്നും ഒന്നും ആയിട്ടില്ല. റോഡ് അങ്ങനെ കിടക്കുക, പക്ഷെ ടോള് ഫുള്ള് സെറ്റാണ്. ഇതൊക്കെ എന്ന് പണി കഴിഞ്ഞിട്ടാണ് ഈ ടോൾ പിരിക്കാൻ ഉദ്ദേശിക്കുന്നത്? കണ്ടില്ലേ, ഓവർ ബ്രിഡ്ജിന്റെ ഒക്കെ പണി 2 ഭാഗം മുട്ടിയിട്ടില്ല, അങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ എത്രയായി തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ റോഡ് വെച്ചിട്ടാണ് ടോൾ പിരിക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ഈ റോഡൊന്ന് ശരിയാക്കി എടുക്കും, എന്നിട്ട് നമുക്ക് ടോളൊക്കെ പിരിക്കാം. അതാണത്. ശതമാനം കഴിഞ്ഞപ്പോൾ നമ്മൾ 110 കിലോമീറ്ററാണ് ഓടിയത്. നമ്മൾ 30% കഴിഞ്ഞ് 110 കിലോമീറ്റർ ഉള്ളൂ. എന്തായാലും നമുക്കൊരു 60 കിലോമീറ്റർ 70 കിലോമീറ്ററോളം നമുക്ക് നല്ല റോഡ് കിട്ടിയാലും പിന്നെ കുറച്ച് മോശം റോഡുകളൊക്കെ ഉണ്ട് ഈ റോഡിന് വരുമ്പോൾ. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ NH മറ്റു തൃശ്ശൂർ വഴി പോരുന്നതിലേറെ നല്ല റോഡാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ ഏകദേശം അമൃതയിൽ എത്താനായി. അങ്ങനെ നമ്മൾ അമൃതയിലെത്തി. അമൃതയുടെ കവാടാണ്. അമൃതയിലെത്തിയപ്പോൾ സമയം 8:45. ഇതുവരെ ഓടിയത് 138 കിലോമീറ്റർ ഓടിയത്. ചില യാത്രയിൽ ബാക്കി നോക്കാം. എന്തായാലും അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3.5 വെച്ച് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് തിരിച്ച് നാട്ടിലെത്തിയാലും 1% ബാക്കി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ എയിംസ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹോസ്പിറ്റലാണ്. അവിടുത്തെ പാർക്കിംഗ് തന്നെ അത്രയും വലിയ പാർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ പാർക്കിംഗ് നമ്മൾ അവരുടെ വണ്ടിയിൽ, ഇലക്ട്രിക് വണ്ടിയിൽ അവർ നമ്മൾ കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. ഇതൊക്കെ പാർക്കിംഗ് ഏരിയയാണ്. ഇത്രയും വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അവിടെ. ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് പാർക്കിംഗ് ആണ്. അതിന് തന്നെ നല്ല ഫീസും കേട്ടോ. അപ്പം ഞാൻ പാർക്ക് ചെയ്തപ്പോൾ 40 രൂപ എനിക്ക് പാർക്കിംഗ് ഫീസായി അവിടെ. എന്തെങ്കിലും സൗകര്യം ഒരുക്കി തരുന്നതുകൊണ്ട് നമുക്ക് കുറേ ആശ്വാസമാണ്. പിന്നെ ബിൽഡിങ്ങുകൾ, ഒരു വലിയ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളാണ് ഫുള്ള് അവിടെ ഉള്ളത്.
ഏക്കർ കണക്കിന് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഒരു പ്രാവശ്യം പോയി കാണേണ്ട ഒരു ഏരിയ തന്നെയാണ് ശരിക്കും അമൃത ഹോസ്പിറ്റൽ. ഇത്രയും വലിയ ബൃഹത്തായ ഹോസ്പിറ്റലാണ്. നമ്മൾ അമൃതയിൽ ടെസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്, നാട്ടിൽ പോരുകയാണ്. ഇനി 63% ബാക്കിയുണ്ട്. നാട്ടിലെത്തിയിട്ട് ചാർജ് ചെയ്താൽ മതിയെന്ന് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആൾക്കാരോട് പറയാനുള്ളത് വെച്ചാൽ, ഞങ്ങൾ ഇപ്പം ശരിക്ക് 18 വർഷമായി. ഇന്ന് വരെ എല്ലാ വർഷവും ചെക്ക് ചെയ്തിട്ടുണ്ട്. മരുന്നുകളൊന്നും നിർത്തിയിട്ടില്ല. എല്ലാ മെഡിസിനും പറഞ്ഞതുപോലെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, മരുന്ന് നിർത്തരുത്, കൃത്യമായി ചെക്കപ്പ് നടത്തുക, മരുന്ന് കഴിക്കുക, ഡോക്ടേഴ്സിനെ വർഷം കാണിക്കുക. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഹാർട്ടിന് യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. സർക്കാരിൻ്റെ KSRTC ബസ് ഇവരുടെ കോമ്പൗണ്ടിൽ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും 2-3 ബസ് ഇവിടെ ഇത് പോകാനുള്ള ബസ്സാണ്. ഇതുപോലെ അങ്ങേ ഭാഗത്ത് വരുന്ന ബസ്സുകളുണ്ട്. ഇവിടുന്ന് നമുക്ക് പ്രധാന ടൗണിലേക്കൊക്കെ ബസ് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പം 40% കഴിഞ്ഞപ്പോൾ നമുക്ക് 146 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടിയിട്ടുണ്ട്. നല്ല റോഡാണ്, മോശമില്ലാത്ത റോഡാണ്. അപ്പം അതുകൊണ്ട് നല്ല റേഞ്ചും കിട്ടുന്നുണ്ട്. 50% റേഞ്ച് കഴിഞ്ഞു. നമുക്ക് 184 കിലോമീറ്ററാണ് കിട്ടിയിട്ടുള്ളത്. 50%. 194 ഓടി, ഇനി 194 ഓടാനുണ്ട്. കാരണം 388 ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന റേഞ്ച്. %60 റേഞ്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ കിലോമീറ്റർ 219 ആണ്. 220 തന്നെ പറയാം. നല്ല റോഡായതുകൊണ്ട് കിലോമീറ്റർ പെട്ടെന്ന് പറയുകയാണ്. 70 കഴിഞ്ഞപ്പോൾ 248 കിലോമീറ്ററാണ് കിട്ടിയത്. നല്ല റോഡല്ലേ, നല്ല വേഗത്തിൽ തീരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമൃത കൊച്ചി, കോട്ടക്കൽ കൊച്ചി യാത്ര അവസാനിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 21% ബാക്കിയുണ്ട്. ഏകദേശം 80 കിലോമീറ്റർ ഓടാനുള്ള റേഞ്ച് ബാക്കിയുണ്ട്. 277 കിലോമീറ്ററാണ് ഓടിയത്. സത്യത്തിൽ നമ്മൾ EV വണ്ടികൾ യൂസ് ചെയ്യുമ്പോൾ വേഗതയല്ല പ്രശ്നം. ഞാൻ 80-ലും 90-ലും 100-ലും 70-ലും 60-ലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നു എന്നുള്ളതാണ്. അമിതമായി ആക്സിലേറ്റർ കൊടുക്കാതെ റീജനും ഡ്രൈവും നോക്കി കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടൊരു 350 കിലോമീറ്റർ AC നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, 6 വരിപ്പാതയിൽ പോകുമ്പോൾ ഈ 350 എന്നുള്ളൊരു 300-ലേക്ക് താവുന്നു. എന്നാൽ നമ്മൾ സാധാ റോഡിൽ ആണെങ്കിൽ നമുക്ക് 350 വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് കൊച്ചി ഭാഗത്തേക്ക് വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ട്രാഫിക്കൊന്നും നമ്മളെ റേഞ്ചിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. 350 കൺഫേം ആണ്, യാതൊരു സംശയവും വേണ്ട. തിരിച്ചിവിടെ എത്തിയപ്പോഴും കൊച്ചി അമൃതി പോയി തിരിച്ചെത്തിയിട്ടും എനിക്ക് 21 കിലോമീറ്റർ 21 റേഞ്ച് % ബാക്കിയുണ്ട്.